പേര് സെബാസ്റ്റ്യന്. കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി ഇടവകയിലാണ് എൻ്റെ വീട്. കഴിഞ്ഞ ഓഗസ്റ്റ് 16 ഞാൻ ഈ കൃപാസനത്തിൽ വരാനിടയുണ്ടായി. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് ആകെ വിഷമത്തിലായ ഞാനും കുടുംബമൊക്കെ വിഷമത്തിലായിരിക്കുമ്പോൾ മാതാവിൻ്റെ അടുത്ത് നമ്മുടെ ഒത്തിരി വിഷമത്തിലൂടെ ഞാനിവിടെ വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നവർക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത്. അന്ന് ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. എന്തോ മാതാവിനെ ഒത്തിരി എനിക്ക് അച്ഛനെ കാണാൻ എനിക്ക് ഭാഗ്യം തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അച്ഛനെ കാണാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ അച്ഛന് എൻ്റെ ഭാര്യയുടെ ആ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഡോക്ടർമാരുടെ ആ റിപ്പോർട്ടുകളൊക്കെ രോഗത്തിൻ്റെ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛനത് കുരിശ് വെച്ച് എൻ്റെ മുട്ടി നിർത്തി പ്രാർത്ഥിച്ചു. ആ ഫോട്ടോ എല്ലാം മാതാവിൻ്റെ മുമ്പിലും ഈശോയുടെ മുമ്പിലൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് വലിയ ആശ്വാസം ഉണ്ടായി. ഏതായാലും മാതാവ് ഇവിടെ വന്നതല്ലേ, എന്നെ വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായി തന്നെ വിശ്വസിച്ചു. അതിനുശേഷം പിന്നെ ഹീമോ ചെയ്യാൻ തുടങ്ങി. കാശുരൂപം അച്ഛനെ തന്നു വിട്ടിരുന്നു. ആ കാശുരൂപം ഞാൻ അവളുടെ കഴുത്തിലിട്ടു. പിന്നെ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലം എൻ്റെ അനിയന് ഇത് മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അനിയൻ വന്ന് എല്ലാ ദിവസവും ഉടമ്പടി തൈലം തേച്ച് മുടക്കാതെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിനെ കൂടുതലായിട്ട് എൻ്റെ ഭാര്യ നിങ്ങളോട് പറയുന്നതായിരിക്കും. എൻ്റെ പേര് ബിന്ദുവാണ്. ഞാൻ ക്യാൻസറായിട്ട് 3rd സ്റ്റേജിലായിരുന്നു. അറിയുന്നില്ലായിരുന്നു. ഒരു 2 മാസക്കാലം എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. നടുവേദനയൊന്നും കാര്യമാക്കിയില്ല. 2 മാസം അടുപ്പിച്ച് നടുവേദന വന്നു കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് കരുതി പോയതാണ്. അങ്ങനെ ചെറുതായിട്ടൊരു USG എടുത്തു. അപ്പം മാഡത്തിനൊരു സംശയം തോന്നി. മാഡം പറഞ്ഞു റേഡിയോളജി സ്കാൻ തന്നെ ചെയ്യണം, അപ്പം നിങ്ങൾ റേഡിയോളജി സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു. റേഡിയോളജി സ്കാൻ ചെയ്തപ്പം അവർ പറഞ്ഞു CT എടുക്കണമെന്ന് പറഞ്ഞു. അവിടെ അവർക്ക് സംശയം തോന്നി. ഇപ്പോൾ CT MRI എടുക്കണമെന്ന് പറഞ്ഞു. MRIയിൽ ലീഷൻ കണ്ടു. അപ്പം ഞാൻ ഈ റിസൾട്ടുകളൊന്നും ഞാൻ നോക്കുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയും തോന്നിയില്ല. റിസൾട്ടൊന്നും ഞാൻ കാണുന്നുമില്ല. എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയുടെ കൂടെയാണ് പോയത്. ചേച്ചി അവിടെ സ്റ്റാഫായിരുന്നു. അപ്പോൾ ചേച്ചി ഈ റിസൾട്ട് എല്ലാം കാണുമല്ലോ എന്നോർത്ത് ഞാൻ എല്ലാ റിസൾട്ടുകളും ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ചേച്ചി റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പം ചേച്ചിയോട് പറഞ്ഞു ഇനി CA 125 കൂടെ ചെയ്യണം. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്തപ്പം 128 ഉണ്ടായിരുന്നു. അന്നേരം പേടിച്ചൊന്നുമില്ല, കരയാനൊന്നും പോയില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു അവിടുന്ന് ഒരു ഓങ്കോളജിയും കൂടെ കൂട്ടി സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അവിടുന്ന് ESI ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വേറെ ഞാൻ അറിയുന്ന മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ജനറൽ സർജനോട് പറഞ്ഞ് വിളിച്ച് ചോദിച്ചു, സാറേ ഇങ്ങനെ ഒരു MRI ഒക്കെ ഉണ്ട്. ഞാൻ റിസൾട്ട് അയച്ചു കൊടുത്തപ്പോൾ സിസ്റ്റർ വാ കണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ പോയി. 27-ന് സാറിനെ കാണുന്നു. സാറ് പറഞ്ഞു ഇന്ന് തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോ. ചെറിയ ഹോസ്പിറ്റലാണ്, അവിടെ നിന്നാണ് ചെയ്തത്. അപ്പം അഡ്മിറ്റ് ആയിക്കോ. അവിടുന്ന് സാറ് പരിശോധിച്ച് നോക്കിയപ്പോൾ എന്നോട് ഒന്നുകൂടെ ചോദിച്ചു ഇവിടുന്ന് തന്നെ ചെയ്യണോ അതോ മറ്റേ ഡോക്ടർ പറഞ്ഞ പോലെ ഓങ്കോളജി കൂട്ടി ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, സാറിൻ്റെ കംഫർട്ട് അനുസരിച്ച് സാറ് ചെയ്യും സാറേ. എനിക്ക് അതുപോലെ നടുവേദനയായിരുന്നു. അപ്പോൾ സഹിക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്രസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേദന മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം യൂട്രസ് എടുത്ത് 2 ഓവറിയിൽ 2ലും 14 സെൻറ്റിമീറ്റർ, ഒരു ഓവറിയിലും ഉണ്ടായിരുന്നു സിസ്റ്റ്. ഒരു ഓവറിയിൽ 10 സെൻറ്റിമീറ്ററും ആയിരുന്നു. ആ ഓവറി 2ഉം എടുത്തു, യൂട്രസും എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ഡോക്ടർ പറഞ്ഞു, ഇവരോടൊക്കെ പറഞ്ഞു, എന്നോട് പക്ഷേ പറഞ്ഞില്ല. അപ്പം എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. വീട്ടുകാരൊക്കെ ഭയങ്കര സങ്കടം. ഞാൻ അന്നേരം ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇവളിത് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് അവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അന്നേരം എല്ലാവരോടും നല്ല സന്തോഷത്തോടുകൂടി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ഓങ്കോളജിയെ കാണിക്കാനായിട്ട് വിട്ടു. ഓങ്കോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കീമോ ചെയ്യുക. കീമോ ചെയ്താലും വീണ്ടും ഒന്നും കൂടെ സർജറി ചെയ്യേണ്ടി വരും, റീഓപ്പൺ ചെയ്യേണ്ടി വരും, അതെന്തായാലും നിർബന്ധമാണെന്ന് പറഞ്ഞു. 3 കീമോ ചെയ്തു. 3 കീമോ ചെയ്തതിന് ശേഷം സാറ് പറഞ്ഞു സർജറി ചെയ്ത ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ചെല്ലുക, വീണ്ടും ഒന്നും കൂടെ സർജറി ചെയ്യണം.
അങ്ങനെ ഞങ്ങൾ വീണ്ടും സർജറി ചെയ്ത ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം സാറ് മെഡിക്കൽ കോളേജിലെ ട്യൂമർ ബോർഡിലൊക്കെ ചോദിച്ചപ്പം സർജറി വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും കീമോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 6 കീമോയും കഴിഞ്ഞു. 6ാമത്തെ കീമോ കഴിഞ്ഞപ്പോഴും ഓങ്കോളജിസ്റ്റ് പറഞ്ഞു എന്തായാലും സർജറി തന്നെ വേണം. അപ്പം ഇനിയും വീണ്ടും നിങ്ങൾ സർജറി ചെയ്ത ഡോക്ടറുടെ അടുത്ത് തന്നെ പോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു MRI എടുത്തിട്ട് വാ, CA-125 ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത് CA-125 ചെയ്തപ്പം 38 മൂന്നാമത് ചെയ്ത് കഴിഞ്ഞപ്പം 7.8 ആയി. പിന്നെ അത് കഴിഞ്ഞ് MRI എടുത്തപ്പം അതിനകത്ത് ഒന്നുമില്ല, ഇനി ഒന്നും ചെയ്യണ്ട, ഒരു ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. കോസ്റ്റ്ലിയാണ് ആ ടാബ്ലറ്റ്, ഒരു 5-6 മാസം എന്തായാലും കഴിക്കേണ്ടി വരുമെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞതാണ്. ഓങ്കോളജിന് റിസൾട്ട് കാണിച്ചപ്പോൾ ഇനി ടാബ്ലറ്റും വേണ്ട, ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. എല്ലാ മാസവും വന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഹസ്ബൻഡും അനിയനും ഉടമ്പടി തൈലം തേച്ച് നെറ്റിയിലും കാലിലും വയറ്റിലും എല്ലാം പുരട്ടുമായിരുന്നു. എല്ലാ രാത്രിയിലും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പുരട്ടുമായിരുന്നു. അത് 2 മാസക്കാലം മുടങ്ങാതെ ചെയ്തിരുന്നു. അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ഇന്ന് എനിക്ക് ക്യാൻസർ എന്ന രോഗമില്ല. ഇനി ഒരു ഗുളികയും കഴിക്കണ്ട എന്നാണ് പറഞ്ഞത്. മാതാവിനെ ഈശോയ്ക്ക് 1000 നന്ദി പറയാനായിട്ടാണ്. ഇപ്പം 5 മാസമായുള്ളൂ. ഇനി ഒരു മരുന്നും കഴിക്കണ്ട എന്നാണ് പറഞ്ഞത്. എല്ലാ മാസവും ഫോളോ അപ്പ് ചെയ്താൽ മതി. ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു അച്ഛൻ്റെ, പിന്നെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു. എനിക്ക് അധികമൊന്നും അങ്ങനെ പറ്റിയില്ലെങ്കിലും എല്ലാവരും വീട്ടുകാരൊക്കെ ഒത്തിരി പേര് സഹകരിക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാം പറയും നീ തലയണയുടെ അടുത്ത് വെച്ച് വെറുതെ കേട്ടിരുന്നാൽ മാത്രം മതി. അങ്ങനെ ഞാൻ വെറുതെ കേട്ടിരിക്കുകയുള്ളൂ. ഇവർ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ വെറുതെ കേട്ടിരിക്കാനേ എനിക്ക് പറ്റുന്നുള്ളായിരുന്നു. കീമോ ചെയ്യുമ്പോൾ ക്ഷീണമാകുമ്പോൾ അപ്പോൾ അതെല്ലാം കേട്ടിരിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ കിടന്നുകൊണ്ടാണേലും കൂടുമായിരുന്നു. ഞാനിവിടുന്ന് കൃപാസനം പത്രം കൊണ്ടുവന്ന് എല്ലാ പുറത്ത് പൊതുവെ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ചെറിയ കൊച്ചു ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ മാതാവിനോട് നന്നാണിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷി ഞാൻ പറയുമെന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയാണ് ഞങ്ങളോട് കാണിച്ച ഈശോയ്ക്കും അതിന് നന്ദി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:16 ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. സെബാസ്റ്റ്യൻ ജോസഫ് എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രകാരം ജീവിക്കുകയും ചെയ്തതിലൂടെ അവരുടെ കുടുംബം കടന്നുപോയ ഏറ്റവും ക്ലേശപൂർണമായ രോഗപീഠകളുടെ നാളുകളിൽ പരിശുദ്ധമ്മ നൽകിയ വലിയ സംരക്ഷണത്തെയും സൗഖ്യത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ രണ്ടുപേരുടെയും വാക്കുകൾ കേട്ടു. രണ്ടുപേരും എത്ര കണ്ട് അമ്മ മാതാവിൽ ശരണപ്പെട്ട് ആ നാളുകളിൽ രോഗപീഠയുടെ നാളുകളിൽ ക്യാൻസർ രോഗത്തിൻ്റെ നാളുകളിൽ ജീവിച്ചുവെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം നിരന്തരം കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി ഉദരത്തിലും നെറ്റിത്തടത്തിലും നാവിലും ഒക്കെ പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ വലിയ സംരക്ഷണം മാത്രമാണ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കുകയെന്ന് ഉറപ്പിച്ചാണ് കുടുംബം ജീവിച്ചു കൊണ്ടിരുന്നത്. അത് ജീവിത പങ്കാളി ഉടമ്പടി എടുത്തു. പിന്നെ സഹോദരൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ആരൊക്കെയാണോ ഉടമ്പടിയിലായിരിക്കുന്നവർ അവരെല്ലാവരും ഈ കഴിഞ്ഞ നാളുകളിൽ ഈ മകൾക്ക് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കുകയും മകളുടെ അരികിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും വചനം പറഞ്ഞു കൊടുക്കുവാനും ധ്യാനം കേൾപ്പിക്കുവാനും തീരെ തളർന്ന നാളുകളിൽ പോലും അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ പൂർണ്ണ ആരോഗ്യം നൽകി വീണ്ടും ഒരു ജീവിതം നൽകുമെന്ന് പ്രത്യാശ പകരുവാൻ ശ്രമിച്ചതും സഹായിച്ചതുമാണ് ഈ വാക്കുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഈ കുടുംബം നന്ദി പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ എന്ന് കൂടുതൽ ആഴപ്പെട്ട വിശ്വാസത്തോടു കൂടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലമാവട്ടെ, തേനാവട്ടെ, ഉപ്പാവട്ടെ, ഉടമ്പടി കാശുരൂപമാവട്ടെ അവ ഹൃദയത്തോട് ജീവിതത്തോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നമ്മുടെ നിയോഗങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് കരമടിച്ച്
നമുക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.